ഹായ് ഹലോ. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ തേർഡ് ഇയർ MBBS മോഡൽ എക്സാമിൻ്റെ കറക്റ്റ് 1 വീക്ക് മുമ്പ് എടുത്തൊരു വീഡിയോ ആണ്. എക്സാം പ്രിപ്പറേഷൻ്റെ ഫസ്റ്റ് ഡേ എന്ന് പറയുന്നത് 11/11/2024 മൺഡേ ആയിരുന്നു. ഈ ഒരു ദിവസം ഫോറൻസിക് മെഡിസിൻ പഠിക്കാമെന്നാണ് ഞാൻ തീരുമാനിച്ചത്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ബുക്സ് ഒക്കെ ആയിട്ട് ഞാൻ പുറത്തിരുന്നാണ് പഠിക്കുന്നത്. വീട്ടിലെ ഈ ലൊക്കേഷൻ എന്ന് പറയുന്നത് പഠിക്കാൻ നല്ല സൗകര്യമുള്ള ഒരു പ്ലേസ് ആണ്. നല്ല രീതിയിൽ കാറ്റും നല്ല രീതിയിൽ വെട്ടവും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. സോ അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് തന്നെ പഠിക്കാന്ന് വെച്ചേ. പിന്നെ ആസ് യൂഷ്വൽ ഞാൻ ടൈമർ വെച്ചിട്ടാണ് പഠിക്കുന്നത്. ടൈമർ വെച്ച് പഠിക്കുമ്പോൾ ഉള്ളൊരു ഗുണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു 1 ആണ് സെറ്റ് ആക്കുന്നെങ്കിൽ ആ 1 നമ്മൾക്ക് നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ വേണ്ടി പറ്റും. പഠിത്തത്തിന്റെ ഇടയിൽ വരുന്ന ഡിസ്ട്രാക്ഷൻ മാക്സിമം നമുക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഇതുവഴി പറ്റും. അത് മാത്രമല്ല, ഓരോ ദിവസം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇന്ന ദിവസം ഇന്ന ഇത്ര ടോപ്പിക്സ് കവർ ചെയ്യുന്നതും കൂടി എഴുതി വെക്കും. സോ നമ്മൾ ആ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും, നമുക്കൊരു മോട്ടിവേഷൻ ഉണ്ടാവും നാളെയും നന്നായിട്ട് പഠിക്കാൻ വേണ്ടി. സോ അതുകൊണ്ട് തന്നെ ഞാനും ഇന്നും കുറെ ടോപ്പിക്സ് സെലക്ട് ചെയ്ത് അത് കവർ ചെയ്യണമെന്നൊരു ടാർഗറ്റ് വെച്ചിട്ടാണ് പഠിക്കുന്നത്. സോ 1 പഠിച്ചതിന് ശേഷം ഇടയ്ക്കൊരു ബ്രേക്ക് എടുത്തു. ആ ബ്രേക്കിന്റെ ഇടയിൽ അത് അമ്മ നാരങ്ങ വെള്ളമൊക്കെ ഉണ്ടാക്കി തന്നു. അതൊക്കെ കുടിച്ചിരുന്നു. പിന്നെ കുറച്ച് നേരത്തേക്ക് എൻ്റെ മൈൻഡ് ഒന്ന് ഓഫായി. ആസ് യൂഷ്വൽ നമുക്ക് എല്ലാവർക്കും വരുന്നൊരു തോട്ട് ഉണ്ടല്ലോ, പഠിച്ചത് ഓർമ്മയുണ്ടാവുമോ, ഈ ക്വസ്റ്റ്യൻ തന്നെ വരുമോ, എക്സാമിന്റെ സമയത്ത് എന്ത് ചെയ്യും, ഇങ്ങനത്തെ ഉള്ള കുറച്ച് തോട്ട്സ് തന്നെ. പിന്നെ വീണ്ടും മൈൻഡിനെ സെറ്റാക്കി വീണ്ടും കുറെ നേരം ഇരുന്ന് പഠിച്ചു. അങ്ങനെ രണ്ടാമത്തെ ദിവസം എത്തി. അതായത് 12/11/2024 ട്യൂസ്ഡേ. ഈ ദിവസത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് എന്റെ ഒഫ്താൽമോളജിയുടെ എക്സാമിന്റെ ദിവസമാണ്. പക്ഷെ തമാശ ഇതല്ല, ഇന്നാണ് എന്റെ പ്രിപ്പറേഷൻ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് വേറൊന്നും കൊണ്ടല്ല, ഒഫ്താൽമോളജി ഞങ്ങളുടെ 4th ഇയർ സബ്ജക്റ്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ മെയിൻ ഫോക്കസ് ഞങ്ങളുടെ 3rd ഇയർ സബ്ജക്റ്റ് ഞങ്ങൾ കൊടുക്കുന്നതുകൊണ്ട് തന്നെ 4th ഇയർ സബ്ജക്റ്റ് നോക്കാൻ വലിയ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു ലാസ്റ്റ് നിമിഷം, അതായത് ഈ എക്സാം നടക്കുന്നതിന്റെ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പാണ് ഇതിന്റെ പ്രിപ്പറേഷൻ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. എനിക്ക് മനസ്സിലായി. ഞാൻ ലാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിയപ്പോഴേക്കും എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാത്തിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. എന്നൊരു ഐഡിയ എന്ന് പറഞ്ഞാൽ ഓരോ ടോപ്പിക്കിലെ ഒരു എസ്സേ ഉണ്ടല്ലോ, അത് പഠിക്കുക. അതായത് നമ്മുടെ ഒരു വിശ്വാസമാണ് ആ ക്വസ്റ്റ്യൻ ആയിരിക്കും വരാൻ വേണ്ടി പോകുന്നത്. ആ ഒരു വിശ്വാസത്തില് നമുക്ക് തോന്നിയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന ഏതെങ്കിലും ഒരു എസ്സേ പഠിച്ചിട്ട് പോവുക. വന്നാലും വന്നില്ലെങ്കിൽ അത് തന്നെ എഴുതാം എന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. കാരണം അറ്റ്ലീസ്റ്റ് നമ്മൾ ആ ടോപ്പിക്കെങ്കിലും വൃത്തിക്ക് പഠിക്കൂല. കാരണം ഒന്നുമില്ലാണ്ട് എല്ലാം കൂടി ചുമ്മാ ചവറ് പോലെ വായിച്ചാൽ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എന്തായാലും മറക്കും. അപ്പൊ വെറുതെ എന്തിനാ, ഇപ്പൊ പഠിക്കുന്ന ഒരു ടോപ്പിക് ആയാലും നമുക്ക് വൃത്തിക്ക് പഠിക്കണം. അതാണ് ഞാൻ എടുത്തിരിക്കുന്ന തീരുമാനം. എന്താണെന്ന് അറിയില്ല, എന്തായാലും നമുക്ക് നോക്കാം. അങ്ങനെ അവസാന ആശ്രയ എന്ന നിലയിൽ മാരോ വീഡിയോസ് കണ്ടിട്ടാണ് ഞാൻ പഠിച്ചത്. നമ്മുടെ എക്സാം പ്രിപ്പറേഷനിൽ ഒരു വേസ്റ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. നമ്മൾ തോക്കുമെന്ന് ഉറപ്പുള്ള ഒരു എക്സാം ആയിരിക്കും, പക്ഷെ നമുക്ക് അതിന് ചത്തിടുന്ന് പഠിച്ചേ പറ്റത്തുള്ളൂ. ആ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു അവസ്ഥയാണ്. അതിലൂടെയാണ് ഞാനും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ എക്സാം എല്ലാം കഴിഞ്ഞിട്ട് വന്നു. എക്സാമിന്റെ അവസ്ഥ ഞാൻ പറയാതെ തന്നെ അറിയായിരിക്കുമല്ലോ, എന്തായാലും തോക്കും. പിന്നെ ഈ തോക്കുന്ന കാര്യം ഗ്ലോറിഫൈ ചെയ്ത് പറയുന്നതല്ല, പക്ഷെ നമ്മൾ ഈ 3rd ഇയർ ഇരിക്കുന്ന സമയത്ത് ഫൈനൽ ഇയർ സബ്ജക്ട് പഠിക്കുന്ന സമയത്ത് നല്ല ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമുക്ക് അത് നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ വേണ്ടി പറ്റാത്തത്. അല്ലാണ്ട് നമ്മൾ എക്സാമിന് തോക്കുന്നതും അത് ഗ്ലോറിഫൈ ചെയ്ത് അത് പ്രൊമോട്ട് ചെയ്യുന്ന കാര്യമൊന്നും അല്ല കേട്ടോ. അതിനുശേഷം ബാക്ക് ടു അവർ 3rd ഇയർ MBBS സ്റ്റഡീസ്. അപ്പൊ ഇന്ന് എടുത്തിരിക്കുന്നത് നമ്മുടെ കമ്മ്യൂണിറ്റി മെഡിസിനിലെ കുറച്ച് ടോപ്പിക്സ് ആയിരുന്നു. അതിരുന്ന് പഠിച്ചു. പാലക്കാട് പഠിക്കുന്നത് കൊണ്ട് തന്നെ നല്ല ചൂടാണ്, റൂമിൽ തന്നെ ഇരിക്കാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഹോളിൽ ഇരുന്നായിരുന്നു കുറെ നേരം ഒന്ന് പഠിച്ചത്. അപ്പൊ നല്ല രീതിയിൽ ടയർഡൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ പണ്ട് നമ്മുടെ ഒരു സാറ് പറയുന്ന പോലെ ഡിപ്രസ്ഡ്, ഡീമോട്ടിവേറ്റഡ്, ഡിജക്റ്റഡ് ആ ഒരു അവസ്ഥയിലോട്ട് പതിയെ പതിയെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് 13/11/2024 വെനസ്ഡേ. ഇന്ന് ENTയുടെ എക്സാം ആണ്. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ ഫുൾ ഇരുന്ന് ENT ആയിരുന്നു പഠിച്ചത്. എക്സാമിന്റെ അവസ്ഥയും പ്രിപ്പറേഷൻ എല്ലാം ഒഫ്താൽമോളജി പോലെ തന്നെ ആയതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല. അന്നത്തെ ആ ദിവസത്തെ പഠിത്തം എന്ന് പറയുന്നത് ENT എക്സാമിന് വേണ്ടിയുള്ള കുറച്ചു നേരത്തെ പ്രിപ്പറേഷനിലേക്ക് മാത്രമായിട്ട് ഒതുങ്ങി. അങ്ങനെ നമ്മുടെ എക്സാമിനോട് അടുക്കാറായി. അതായത് ഇന്ന് 14/11/2024 തേഴ്സ്ഡേ.
ഇന്ന് കുറച്ച് രാവിലെ തന്നെ എഴുന്നേറ്റ് പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചു. കാരണം തലേന്നൊന്നും തന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആ ഒരു പേടി കാരണം രാവിലെ തന്നെ ഇന്ന് എഴുന്നേറ്റു. സോ രാവിലത്തെ നമ്മുടെ നേച്ചറിന്റെ കുറച്ച് ബ്യൂട്ടിയൊക്കെ ആസ്വദിച്ചതിന് ശേഷം പഠിത്തം നല്ല ആക്റ്റീവായിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്തു. എന്നത്തേക്കാളും ഇന്ന് കുറച്ചുകൂടെ നല്ല ഫ്രഷ് ആയിട്ടിരുന്ന് പഠിക്കാൻ വേണ്ടി പറ്റി. എന്തോ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു എനർജി ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല ആക്റ്റീവായിട്ട് നല്ല രീതിയിൽ തന്നെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തു. സോ എന്റെ ഫസ്റ്റ് എക്സാം കമ്മ്യൂണിറ്റി മെഡിസിന്റെ പാർട്ട് 1 ആയതുകൊണ്ട് തന്നെ ഞാൻ അതിലെ കുറച്ച് ടോപ്പിക്സ് കവർ ചെയ്യാൻ വേണ്ടിയായിരുന്നു നോക്കിയിരുന്നത്. അതാണെങ്കിൽ പോലും വിചാരിച്ചതുപോലെ തന്നെ കുറെയൊക്കെ ടോപ്പിക്സ് കവർ ചെയ്തു. അങ്ങനെ ഫൈനലി നമ്മുടെ എക്സാമിന്റെ തലേന്നായിട്ടുണ്ട്. ഇതിന്റെ ഇടയ്ക്ക് ലാസ്റ്റ് നമ്മുടെ എക്സാം ആയപ്പോ എനിക്ക് വ്ളോഗായിട്ടൊന്നും എടുക്കാൻ വേണ്ടി പറ്റിയില്ല. കാരണം ഫുള്ള് ടെൻഷനും പഠിക്കാൻ വേണ്ടിയുള്ള ഓട്ടോ ആയതുകൊണ്ട്. പിന്നെ ഈ ഒരു ലാസ്റ്റ് നിമിഷം എടുക്കാനുള്ള റീസൺ എന്താന്ന് വെച്ചാ ഇത്രയേ ഉള്ളൂ. എനിക്കാണ് നല്ല ഉറക്കം വരുന്നുണ്ട്. ഞാൻ ഉറക്കം മാറാലോ എന്ന് ഓർത്തിട്ടാ പിന്നെ വ്ലോഗ് എടുക്കാൻ വെച്ചാൽ പിന്നെ കുറച്ച് എനർജി കിട്ടുമല്ലോ. ഇനിയിപ്പോ പേപ്പർ 1 തന്നെ തീരുന്നില്ല. അപ്പൊ പിന്നെ പേപ്പർ 2 എന്ന് പറയുന്ന എല്ലാം ഏറ്റവും വലിയ ചാപ്റ്റേഴ്സും ഭയങ്കര ഇച്ചിരി ടഫായിട്ടുള്ള പേപ്പർ. അപ്പൊ അതെങ്ങനെ തീർക്കാൻ വേണ്ടി അതിന്റെ എല്ലാം കൂടെ ടെൻഷൻ ആയിട്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ 12 മണി കഴിഞ്ഞു. ഇനി കുറച്ച് പോർഷൻസ് ഉണ്ട്. അത് ഞാനിങ്ങനെ ആടി തൂങ്ങിയിരുന്ന എന്തായാലും ചിലപ്പോ ഒരു മണി വരെ ഒന്നല്ല 2 മണി വരെ ഒക്കെ പോയിരിക്കും തോന്നും. അതെനിക്ക് കിടന്ന് ഉറങ്ങണം. ചുമ്മാ തീരെ ഇങ്ങനെ ഉറങ്ങാതിരുന്ന് കഴിഞ്ഞാൽ ലാസ്റ്റ് എക്സാം ആകുമ്പോൾ ഒട്ടുമേ എനർജി കിട്ടത്തില്ല. അപ്പൊ ഞാൻ കുറച്ചുകൂടി ഞാൻ പഠിച്ചിട്ട് കിടന്ന് ഉറങ്ങിയിട്ട് രാവിലെ എഴുന്നേറ്റ് ബാക്കി നോക്കാം. അങ്ങനെ പറഞ്ഞിട്ടായിരുന്നു പഠിച്ചു തുടങ്ങിയത്. പക്ഷെ ഞാൻ ഈ ക്യാമറ ഒന്ന് ഓഫ് ആക്കി കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് അപ്പൊ തന്നെ കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ വന്ന് അമ്മ വിളിക്കുമ്പോഴാണ് ഞാൻ എഴുന്നേക്കുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെയായിരുന്നു എന്റെ മോഡൽ എക്സാമിന് മുമ്പുള്ള ആ ഒരു 1 വീക്കിലുള്ള പ്രിപ്പറേഷൻസ് എന്ന് പറയുന്നത്. നല്ല ആക്റ്റീവായിട്ടും ടെൻഷൻ അടിച്ചും മടി പിടിച്ചും പേടിച്ചും എല്ലാം കൂടെ ഉള്ള ഒരു പ്രിപ്പറേഷൻ തന്നെയായിരുന്നു എന്റെ ഒരു എക്സാമിന്റെ പ്രിപ്പറേഷനും. അതെല്ലാം കഴിഞ്ഞ് 2 ദിവസം മുമ്പ് എന്റെ റിസൾട്ട് വന്നു. ഭയങ്കര മാർക്കൊന്നുമില്ല, തട്ടിമുട്ടി എങ്ങനെയൊക്കെ ഞാൻ പാസ്സായിട്ടുണ്ട്. അത് തന്നെ സന്തോഷമുള്ള കാര്യം. അപ്പൊ അത്രേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നവരിക്കും ബൈ.